തോമസ് എഡിസൺ കണ്ടുപിടിച്ച ആദ്യത്തെ സാധനം. സുഹൃത്തുക്കളെ, പഴയകാല തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ആദ്യ ഗ്രാമഫോൺ ഇതാ. കാസറ്റ് ഇതാ ആ സ്പൂൾ റൗണ്ട് അല്ലേ, ആ റൗണ്ട് ഇതിനകത്താണ് കാസറ്റ്, അതൊക്കെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ പ്ലേറ്റുകൾ ഗ്രാമഫോൺ ഡിസ്ക് വന്നത്. ആദ്യകാലത്തെ സാധനമാണ് ഇത്. നമ്മുടെ പ്ലാങ്കമണ്ണ് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ജയൻ ക്ലാസിക്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മ്യൂസിയമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ടി. ഞാൻ ഒത്തിരി മ്യൂസിയം കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു മ്യൂസിയം. അതായത് അപൂർവം എല്ലാം, ഏതുവിധ സാധനങ്ങളും, ക്യാമറകളുടെ തന്നെ ഒരു വൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അപാര കളക്ഷൻ. ഇതാ ഇതെല്ലാം എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണമെന്നറിയത്തില്ല. ഇതാ പഴയകാല ഗ്രാമഫോണുകൾ, ക്യാമറകൾ, പിന്നെ ഒരു കലാകാരൻ കൂടിയാണ് ജയന്, ഫോട്ടോഗ്രാഫർ. കൂടാതെ ഈ ക്യാമറയുടെ ഒരു വലിയ മോഡല് കൈകൊണ്ടുണ്ടാക്കി അപാരമായി. ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വരുന്നില്ല. അവരൊന്നും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കത്തില്ലല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ നടത്തുമെന്ന് ഒഴിച്ചാൽ. അതുപോലെ തന്നെ ഇതേ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന, വൈദ്യുതി ഇല്ലാതെ പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേബിൾ ഫാനാണ് ഇത്. മണ്ണെണ്ണ ഒഴിച്ച് പ്രവർത്തിക്കുന്ന, ഇതൊക്കെ നല്ല വില വരുന്ന അപൂർവമായി കിട്ടാനില്ലാത്ത ഫാനാണ്. അതിപ്പം മണ്ണെണ്ണ ഒഴിച്ചില്ല, പ്രവർത്തിച്ചില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ കാണേണ്ടതാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർ അർജൻറ്റായിട്ട് ഇവിടെ വരേണ്ടതാണ്. ഇതൊക്കെ ഒന്ന് കാണണം. ഫോട്ടോഗ്രാഫർ ആദ്യത്തെ ഫീൽഡ് ക്യാമറ. അത് പ്രത്യേകതയുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. ഇതിന്റെ ലെൻസ് എന്ന് പറയുന്നത് ഊരി എടുക്കാം, നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ, നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് അതുപോലുള്ള അപൂർവ ശേഖരത്തിൽ ഒരെണ്ണമാണ്. കിടിലൻ കേട്ടോ. നമ്മളിത് കാണേണ്ടതാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം വന്ന് കണ്ടോ വിവിധ ഫോണുകൾ ഉണ്ടോ. വാൽവിൽ വർക്ക് ചെയ്യുന്ന അപാരം ഉണ്ടോ ഫോണുകൾ. ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ളതാണ്. ഇത് നമ്മുടെ അപൂർവം ഇത് കണ്ടോ. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം. ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. ഇത് പഴയകാല അക്ഷരങ്ങൾ, ലിപികൾ, അച്ചുകൾ, ഇത് കണ്ടോ, അതിൻ്റെ പെട്ടികൾ, പഴയകാല സ്കൂളുകൾ, ടോർച്ചുകൾ, എന്താ പൊന്നെ. ഫോട്ടോഗ്രാഫിയുടെ ചില ഫോട്ടോസൊക്കെ ഞാൻ എടുത്തത് ഇവിടെ വലുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എവിടെ നിന്നൊന്നും അറിയത്തില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വട്ടുപിടിച്ചു കേട്ടോ. സത്യമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു അസൂയയല്ല തോന്നിയത്, വളരെ അഭിമാനം തോന്നി. സീറോയെന്ന് പടമെന്ന് ജയൻ ഇതിനൊത്തിരി റിസ്ക് എടുത്തു കേട്ടോ, അല്ലേ? ഒത്തിരി റിസ്ക് എടുത്തു. അപാരം. എന്നാലും ആ കാണിച്ച തൻ്റെ ഇടം സമ്മതിച്ചു തന്നേ പറ്റൂ. ആണല്ലേ? ഓക്കെ. ഞാനെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുകയുള്ളൂ. നേരെ പോകും അല്ലേ ഉള്ളൂ. അല്ല തമാശ അല്ല കേട്ടോ. ഭാരം. നമ്മുടെ റാഫി വേണ്ടുന്ന ഹെൽപ്പൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ന്യായമായ സാധനം. കണ്ടോ പഴയ കാലം. ഈ ക്യാമറ എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, പണ്ടത്തെ സ്പ്ലാഷാണിത്. ഇത്തിരി ഫ്ലാഷൊന്നും കണ്ടു കാണത്തില്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. പറയാൻ കാര്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ളതായിരിക്കും. ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോഴൊന്നും ഇതില്ല. ഇങ്ങനെയുള്ള ഇതൊക്കെ ഭയങ്കര റയറായ പഴയകാല ഫിലിം ക്യാമറയാണ്. അതിനകത്ത് ഫ്ലാഷ് കണ്ടോ. ഒരു ബൾബ് ഷോർട്ടായി കത്തിയാണ് അതിനകത്ത് പ്രകാശം. അപ്പോൾ ആ ബൾബ് ഉപയോഗം കഴിഞ്ഞ് കളയുക ചെയ്യുന്നത്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ബൾബ് കത്തിച്ച് കളയും. ഇന്ന് ടെക്നോളജി മാറി ആയിരക്കണക്കിന് ഫോട്ടോകൾ എടുക്കാൻ പറ്റും. അതെ, 1000 ബൾബുകൾ പോകണം. പണ്ട് ഇപ്പോൾ ഒന്ന് എടുക്കണമെങ്കിൽ ഈ ക്യാമറയിൽ എടുക്കണേ 1000 ബൾബ് പ്രത്യേകം വേണം. എങ്കിലേ ഒരു വെട്ടവടിക്കും. ഒരു ബൾബ് ഫിലമെൻ്റ് ഷോർട്ടായി ആണ്. ആദ്യകാല ഫ്ലാഷാണത്. ആദ്യകാല ക്യാമറയാണ്. ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മുടെ ഭാഗ്യേശ്വരി ക്യാമറ. അപ്പോൾ ഇതൊക്കെ കാണുക. ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ നമ്മുടെ കണ്ടോ, ഏറ്റവും ചെറുത് ഫിലിമും ഉണ്ടല്ലേ. ഉണ്ടോ. വിവിധ ക്യാമറകളുടെ ഒരു അപാര ശേഖരം, അത്ഭുത ശേഖരം. തീർച്ചയായിട്ടും ഞാൻ പല മ്യൂസിയങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്ര ഭ്രാന്ത് പിടിപ്പിച്ച ഒരു മ്യൂസിയമിനെ ഭ്രാന്ത് പിടിച്ച ഇത് കണ്ട എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണമെന്നറിയാത്ത ഒരു മ്യൂസിയം ജയനെ സമ്മതിച്ച് തന്നിരിക്കുന്നു. നമുക്ക് ഇത് ഫീസ് കൊടുത്ത് തന്നെ കാണിക്കേണ്ടിയ
ഒരു സാധനമാണ്, മനസ്സിലായോ? അയ്യോ, അപ്പോൾ കണ്ണൊന്നാക്കും പറ്റാതിരിക്കണ്ട. ഞാൻ കണ്ണ് വെച്ചതാണെന്ന് തോന്നുന്നു, ക്ലാസ്സും പോയേനെ ഇപ്പോൾ. അതെ ഇവിടുന്ന് വെച്ചിട്ട് അപ്പം ഓക്കെ ബൈ.